പക്ഷെ ഫസ്റ്റ് ആയിട്ടും ഏരിയസ് പ്ലസിൽ ആളില്ല സിനിമയ്ക്ക്. ത്രില്ലർ, പക്കാ ത്രില്ലർ, പോലീസിന്റെ അമിത എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ. പിന്നെ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് നമ്മളങ്ങ് പ്രതീക്ഷിക്കും. അനാവശ്യമായിട്ടുള്ള മസാലയൊന്നും ഇല്ലാണ്ട് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നല്ല സിനിമയാണ്, പക്ഷേ ഇലവിഴ പൂഞ്ചിറ അത്ര പോരാ. പിന്നെ ഇതൊരു ഷാഹി കബീർ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അത് ക്ലൈമാക്സ് അടുക്കുമ്പോഴേ മനസ്സിലാവും. വേറൊരു പടത്തുമായിട്ട് ചെറിയൊരു ലിങ്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ടും ഏരിയസ് പ്ലസിൽ ആളില്ല സിനിമയ്ക്ക്. ഇത്തരം സിനിമയൊക്കെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം, കാണണം. നല്ലൊരു എക്സ്പീരിയൻസ്. സൂപ്പർ സിനിമ ആണോ? ഒരു ത്രില്ലർ തന്നെയാണോ? ത്രില്ലർ, പക്കാ ത്രില്ലർ, പോലീസിന്റെ കറക്റ്റ് ലൈഫ് എല്ലാം കിഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. സൂപ്പർ സിനിമയാണ്. നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ മേക്കിംഗ് വൈസും അതിൻ്റെ കഥ എഴുതി വെച്ചും എല്ലാം നല്ലതാണ്. പിന്നെ ദിലീഷ് പോത്തൻ്റെയും റോഷൻ്റെയും വളരെ നല്ല പെർഫോമൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും നല്ലൊരു അഭിനയം എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ മെജോറിറ്റി ടൈം അവർ രണ്ടുപേരുടെയും പെർഫോമൻസാണ്. നല്ല സിനിമയാണ്. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടുമ്പോൾ ഒരുപാട് നമ്മളങ്ങ് പ്രതീക്ഷിക്കും. ആ ഒരു ഇത് കിട്ടിയില്ല. ഒരു സ്ലോ പേസിൽ പോകുന്നൊരു മൂവിയാണ്. നല്ല മൂവിയാണ്. ത്രില്ലർ ജോണറിലല്ലേ വരുന്നത്? ത്രില്ലർ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് വൈസ് നല്ല സിനിമയാണ്. പിന്നെ ഒരു രാത്രിയുടെ കഥയാണ്. എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് പെട്രോളിന് പോകുന്ന രണ്ട് പോലീസുകാർ അറ്റൻഡ് ചെയ്യുന്ന കുറേ കേസുകളാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ സിനിമ തിരക്കഥയുടെ ഇത് വെച്ചിട്ടും മേക്കിംഗ് വൈസും വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. നമ്മളൊരു ത്രില്ലടിപ്പിക്കുന്ന മൊമെൻറ്റ്സോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല മൂവിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു നല്ലൊരു പെർഫോമൻസ് കൊണ്ട് നല്ല മൂവിയെന്ന് പറയാം. റോന്ത് ഷാഹി കബീർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പേര് കൊണ്ട് തന്നെയാണ് പോയി കണ്ടത്. ഒരു രക്ഷയില്ല, നല്ലൊരു പടം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമയാണ്. അമിത എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ ഞാൻ പോയി കണ്ടത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ പെർഫോമൻസ് ആയാലും റോഷൻ ദിലേഷ് പോത്തൻ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആയാലും ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയൊരു പടമാണ്. ഒരു പോലീസ് സ്റ്റോറിയാണ്. വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതെ നല്ല ത്രില്ലർ അടുപ്പിക്കുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ഹാഫൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂറല്ലോ, ലാഗ് എന്തെങ്കിലും ഉണ്ടോ അതിൽ? ലാഗൊന്നും ഇല്ല ബ്രോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു സിനിമ വിജയിച്ചിട്ടുണ്ട്. ഒരു ലാഗും ഇല്ല, നല്ലൊരു പടം. എനിക്കിഷ്ടപ്പെട്ടു. ഒരു ന്യൂജൻ സിനിമ സംവിധായകരിൽ നിന്നും ഷാഹിദ് കപൂർ ഒരു സംവിധായകനായിട്ട് വന്നിട്ടുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള മസാലയൊന്നും ഇല്ലാണ്ട് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അങ്ങനെ ഉള്ള റിയൽ ലൈഫ് സ്റ്റോറി കാണാൻ ആഗ്രഹമുള്ളവർ, ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാം. 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ആ സിനിമയുടെ നായകൻ ജയിക്കുന്ന ആ ഒരു കാറ്റഗറിയല്ല ഇത്. സ്റ്റോറിയും കണ്ടൻറ്റാണ് ഇതിലെ ഹീറോ. പിന്നെ റോഷൻ മാത്യുവും ദിലീഷ് പോത്തനും പിന്നെ അതിനേക്കാളുപരി ഈ ഡയറക്ഷനും കഥയും തിരക്കഥയൊക്കെ വളരെ കാച്ചി കുറുക്കി വളരെ ഗംഭീരമായ ചില ഡയലോഗുകളൊക്കെ